നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് സച്ചി ഈച്ചയൊക്കെ സംസാരിക്കണ സമയത്ത് സച്ചി പറഞ്ഞു, ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ചെറുക്കനെ കണ്ടെത്തിയിട്ടുണ്ട്. എടാ, നിന്റെ ഇഷ്ടമല്ല അവളുടെ ഇഷ്ടം. ഒരു പക്ഷെ ദേവുവിന് അവനെ മാത്രം മതിയെങ്കിലോ? പോലീസുകാരനെ മനസ്സിൽ നിന്ന് കളയാനായിട്ട് അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നീ എത്ര ആലോചന കൊണ്ടുവന്നിട്ടും വല്ല പ്രയോജനം ഉണ്ടോ സച്ചി? സച്ചി അത് കേട്ടപ്പോ പറഞ്ഞു, അവന്റെ സ്വഭാവം ശരിയല്ല. അവൻ എല്ലാത്തരത്തുനിന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നവനാ. അവന്റെ സ്വഭാവം ശരിയല്ലാത്തോണ്ടാ ഞാൻ ഈ പറയുന്നതൊക്കെ. അത് ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. എടാ, അവർക്കെല്ലാവർക്കും ആ പോലീസുകാരനെ ഇഷ്ടം. നീ ഒരു പക്ഷേങ്കില് ഒന്ന് സമ്മതിക്കുവാണെങ്കിൽ, ഒന്ന് കണ്ണടയ്ക്കുവാണെങ്കിൽ അവളുടെ വിവാഹം നടന്നു പോകുന്നു പറഞ്ഞു. അതും എത്രയും പെട്ടെന്ന്. എടാ, എനിക്ക് അങ്ങനെ നടത്താൻ പറ്റുമോ? എന്റെ അനുജത്തിയല്ലേ അവള്. അവൾക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഞാൻ ഇറങ്ങിയേക്കുക. അല്ല, നീ ഇതെന്താ പെട്ടെന്ന് പോന്നേ? എനിക്ക് സ്കൂളിലേക്ക് പോകണം, ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. ഓ, ഇപ്പൊ നീയേ സ്കൂൾ ബസ്സിന് ഡ്രൈവറും കൂടെ ആണല്ലോ, അത് ഞങ്ങളങ്ങോട്ട് മറന്നെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി എന്ത് ചെയ്തു? സ്കൂളിലേക്ക് ഓട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. പിന്നീട് സച്ചി സ്കൂൾ വിടാൻ വേണ്ടി കാത്തിരിക്കുവാണ് സ്കൂളിൽ പോയിട്ട്. അങ്ങനെ സ്കൂൾ വിട്ട് സച്ചി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തെ സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത്. അവിടേക്ക് വിമലയും അതുപോലെ തന്നെ വിമലയോടൊപ്പം ആദ്യം കൂടെ, കാരണം സ്കൂള് വിട്ട് ആദ്യം കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നായിരുന്നു വിമല. സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പറഞ്ഞു, ദേ നോക്ക് അമ്മമ്മ നോക്ക്, അതാരാ നോക്ക്, സച്ചിയങ്കിളാന്ന് പറഞ്ഞു. അപ്പോഴാണ് സച്ചിയും കാണുന്നത്. എടാ ആദ്യം പറഞ്ഞു. സച്ചിയും കൂടെ ഓടി വന്നു. വിമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഇതാരാ? ആന്റിയോ? ആന്റി ഇവനിപ്പോ ഈ സ്കൂളിലാണോ പഠിക്കണമെന്ന് ചോദിച്ചു. ആ, അല്ല, ആന്റി പറഞ്ഞതേ ഇല്ല. ആന്റിയൊക്കെ ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത്, ഇവിടെ അടുത്താണോ? അപ്പോഴേക്കും വിമല പറഞ്ഞു, അതെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പോയാൽ കൊള്ളാന്നുണ്ട്. എന്താ ആന്റി, ഇവരെ ഞാൻ ഇന്ന് കണ്ടിട്ട് അങ്ങനെ പെട്ടെന്ന് വിടുവോ? എടാ ആദി, നീ ഒന്ന് പറഞ്ഞത് പോലും ഇല്ലോ, എന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ആദ്യം ചോദിച്ചു, സത്യങ്ങൾ എന്താ ഇവിടെ? അത് ഞാനാണല്ലോ ഇവിടുത്തെ സ്കൂൾ ബസ് ഇപ്പൊ ഓടിക്കാൻ കയറിയിരിക്കുന്നത്. ഓ അങ്ങനെയാണല്ലേ. വിമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വിമലയോട് ചോദിച്ചു, അല്ല എവിടെ ആന്റി, ആന്റി എവിടെ താമസിക്കുന്നത്? ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞു. അത് പിന്നെ, അല്ല വാടകയ്ക്കാണോ, പുതിയ വീടെടുത്തോന്ന് ചോദിച്ചു. അത് വാടകയ്ക്കാന്ന് പറഞ്ഞു. ഓ വാടകയ്ക്കാണല്ലേ. അല്ല ഇങ്ങോട്ടേക്ക് എങ്ങനെയാ മാറിയത്? അത് മോള് വന്നിട്ടുണ്ടായിരുന്നു. മോള് വന്നായിരുന്നോ? എന്നിട്ട് എന്താ ആന്റി പറയാതിരുന്നേ? മോളെ ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു പറഞ്ഞു. അത് പിന്നെ ഇവനെ ഇവിടെ സ്കൂളിൽ ചേർത്തതിന്റെ പിറ്റേ ദിവസം തന്നെ അവള് പോയെന്ന് പറഞ്ഞു. ഓ പോയില്ലേ? അതെ, എങ്കിൽ സച്ചി ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പോവാനോ? നല്ല കഥയെ. എത്ര നാളുകൾക്ക് ശേഷം ഇവനെ ഒന്ന് കണ്ടത്. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം രേവതി എന്നും തന്നെ പറയൂന്ന് പറഞ്ഞു. അവൾക്ക് അത്ര ഇഷ്ടമായിരുന്നല്ലോ ഇവനെ. അപ്പോഴേക്കും വിമല പറഞ്ഞു, എടാ മോനെ ആദ്യം നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. എടാ ആദ്യം നിന്നെ കണ്ടിട്ട് ഒന്നും വാങ്ങിത്തരാതെ ഞാൻ എങ്ങനെ വിടുന്നേ? ചോക്ലേറ്റ് വേണ്ടേ? വരാൻ പറഞ്ഞു. അങ്ങനെ ആദ്യയുടെ കയ്യെ പിടിച്ച് ചോക്ലേറ്റ് വാങ്ങാനും പോകുമ്പോഴത്തേനും വിമല ആകെപ്പാടെ പെട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവമേ, ആരെ കണ്ടെന്ന് കരുതി വന്നാണോ അവരുടെ മുന്നിലേക്ക് തന്നെ വന്ന് പെടുകയും ചെയ്തു. ഇതെങ്ങാനും ശ്രുതി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. ഓരോ സ്കൂള് മാറ്റുന്ന പോലും സച്ചയെ രേവതിയെ ഭയന്നിട്ടാണ്. ഇനിയിപ്പോ ഇവിടെ കണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പേരിലായിരിക്കും പ്രശ്നം. അത് വിമലയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞപ്പോ സച്ചി വീട്ടിലേക്ക് വരുവാണ്. രേവതി അടുക്കളയിലായിരുന്നു. രേവതിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? അതെന്താ? ഇത് കേട്ട് കഴിയുമ്പോൾ നിനക്ക് സന്തോഷം. സച്ചേട്ടൻ കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, ഞാൻ ഇന്ന് ആദ്യയും വിമലാന്റിയും കണ്ടായിരുന്നു. എവിടെ വെച്ച്? സ്കൂളിൽ വെച്ച്. സ്കൂളിലോ? അതെങ്ങനെ? അതെ, ഞാൻ സ്കൂൾ ബസ് ഓടിക്കാൻ പോകുന്ന സ്കൂളിലാണ് ആദ്യം പഠിക്കണത്. ആഹാ, അത് കൊള്ളാലോ. അവരെവിടെ താമസിക്കുന്നത്? അവരെന്താ ഇങ്ങോട്ടേക്ക് വന്നേ? രേവതിക്ക് നൂറ് സംശയങ്ങളാ. അത് പിന്നെ ആന്റിയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരിവിടേക്ക് താമസം മാറിയതാ. വാടകയ്ക്കാന്നാ പറഞ്ഞേ. അതെന്താ ഇവിടേക്ക് മാറിയത്? ഇത്ര ഉള്ളിലേക്ക് കയറിയിട്ടെ? അതറിയത്തില്ല. അവര് പേരൂർ അങ്ങോട്ടോ മറ്റേ താമസിക്കണേന്നാ പറഞ്ഞേ. സച്ചേട്ടന് എവിടെ താമസിക്കുന്നത് കൃത്യമായിട്ട് ചോദിച്ചു വെക്കാൻ മേലായിരുന്നോ? അങ്ങനെയാണ് നമുക്കൊന്ന് പോയി കാണാമായിരുന്നല്ലോ. ആ കാണാം, ഒരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച നമുക്ക് പോയേക്കാം, ഞായറാഴ്ച പോയി കാണാന്ന് പറഞ്ഞു. എനിക്കവനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് സച്ചേട്ടാ. അത് പിന്നെ എനിക്ക് അറിയരുതോ, നിനക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാന്ന്. എനിക്കും അതുപോലെ തന്നെയാ. അവനെ കണ്ടു കഴിയുമ്പോൾ എത്ര സന്തോഷമാണെന്നറിയോ. പക്ഷെ ആന്റിക്ക് നല്ല മാറ്റമുണ്ട്. എന്നോട് സംസാരിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യം അങ്ങനെയല്ല കേട്ടോ. ആദ്യക്ക് ഞാൻ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊടുത്തു. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അത് പിന്നെ അങ്ങനെയല്ല സച്ചേട്ടാ, പണ്ട് മുതൽ സച്ചേട്ടൻ അവന് ഭയങ്കര കാര്യമല്ലേന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്താ നമുക്കൊന്ന് ആന്റിയെ വിളിച്ചു നോക്കിയാലോ, ആദ്യയോട് സംസാരിക്കുകയും ചെയ്യാലോ. വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി വിളിക്കുവാണ്. ഈ സമയത്ത് ഫോൺ ബെല്ലടിക്കുന്ന കഴിഞ്ഞപ്പോ വിമല നോക്കി.
സച്ചിയുടെ ഫോൺ നമ്പറാണ്. ഇതെന്താ ഇവൻ വിളിക്കുന്നേ? അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ചാര സച്ചി ഇവൻ എന്തിനാ അമ്മയെ വിളിക്കണമെന്ന് ചോദിച്ചു. അതെനിക്കറിയില്ല, അമ്മ കോൾ എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും വിളിക്കുവാണ്. രേവതിയാണ് വീണ്ടും വിളിക്കുന്നത് സച്ചിയുടെ ഫോണിൽ നിന്ന്. ഒടുവിൽ വിമല കോൾ എടുത്തു. ഹലോ, ആന്റി, ഇത് ഞാനാന്ന് രേവതി പറഞ്ഞു. മോളോ, എന്താ മോളെ? ആന്റിയൊക്കെ ഇങ്ങോട്ട് താമസം അറിയായിരുന്നില്ലേ? പറഞ്ഞില്ല, ഒന്ന് പറയാൻ മേലായിരുന്നു ആന്റി. ആന്റിക്ക് ഈ വീടൊക്കെ അറിയാവുന്നതല്ലേ? ആന്റി ആദ്യയെ കാണാനായിട്ട് എനിക്ക് കൊതിയുണ്ട്. വിമല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞ് കട്ട് ചെയ്യാമെന്ന് പറയണം. പക്ഷെ വിമലയ്ക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്? അപ്പോഴേക്കും രേവതി പറഞ്ഞു, ആന്റി എനിക്ക് അവനെ കാണണമെന്ന് ഭയങ്കര കൊതിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ ഞായറാഴ്ച അവിടേക്ക് വരട്ടെന്ന് ചോദിച്ചു. ഞായറാഴ്ച? അയ്യോ വേണ്ട, ഞായറാഴ്ച ഞങ്ങൾ നാട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്കൂളിൽ പോയി അവനെ കണ്ടോളാന്ന് പറഞ്ഞു. അത് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിമല ആകെപ്പാടെ പെട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ശ്രുതിക്കാണ് ദേഷ്യവും സങ്കടമൊക്കെ വന്നു. ഇവരെ പേടിച്ചിട്ടാണ് പഴയ സ്കൂളിൽ നിങ്ങോട്ട് മാറി വന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആണ്ട കിടക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും വിമല പറഞ്ഞു, രേവതി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം ഗുളിക കഴിച്ചിട്ട് ഇരിക്കുന്നതാണ്. ഉറക്കം വരുന്നുണ്ടോ? ഞാനൊന്ന് പോയി കിടന്നുറങ്ങിക്കോട്ടെ. അയ്യോ ആന്റി, ഒരു മിനിറ്റ്, ആദ്യക്കൊന്ന് ഫോൺ കൊടുക്കാവോ? അവൾ ഉറങ്ങിയല്ലോ. അപ്പോഴേക്കും സച്ചി ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, ഉറങ്ങി, ഒന്ന് വിളിച്ചു നോക്കി, ചിലപ്പോൾ ഉറങ്ങിയില്ലെങ്കിലോ. ഉറങ്ങിയില്ലോ സച്ചി എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, സാരമില്ല, പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. വിമല പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു. ശ്രുതി പറഞ്ഞു, ഇപ്പം മനസ്സിലായല്ലോ, ഞാൻ ഇതുകൊണ്ടാ പറഞ്ഞത്. ആദ്യമേ തന്നെ പറഞ്ഞാൽ തലയിലേക്ക് കയറത്തില്ല. ആ സമയത്ത് രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചേട്ടാ എനിക്കും തോന്നുന്നുണ്ട് ആന്റിക്ക് സംസാരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുക. പിന്നെ അവരുടെ മകള് വന്ന കാര്യം നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ, അതെന്താ ഏതാണെന്നൊന്നും സച്ചേട്ടനും അറിയത്തില്ലോ എന്ന് പറഞ്ഞു. അതെ, എനിക്കും അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല എന്ന് സച്ചി പറഞ്ഞു. ഈ സമയത്ത് ശ്രുതി വിമലോട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനി മേലാലാവും വിളിച്ചാൽ ഫോൺ എടുക്കാൻ പോയേക്കില്ല, അറിയാലോ. അവരെ പേടിച്ചാൽ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ വന്നാലും ഒരു മനസ്സമാധാനം കിട്ടത്തില്ലെന്ന് വെച്ചാൽ ശ്രുതി ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ദേവുവിനെ കാണാനായിട്ട് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ അരുൺ വരുന്നുണ്ട്. അപ്പോഴേക്ക് ദേവു ചോദിച്ചു, എന്താ അരുണേട്ട കാര്യം? അത് പിന്നെ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദേവു പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാ. എങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തേലും എത്രയും പെട്ടെന്ന് ചെയ്യണം. എൻ്റെ അമ്മയ്ക്കും വാശി കാണാതിരിക്കില്ലല്ലോ. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി വേറെ കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ദേവ് പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് സച്ചിയേട്ടനൊക്കെ ആലോചിക്കുന്നുണ്ട്. അതെ, നീ സച്ചിയോടൊപ്പം നിന്നിട്ട് കാര്യമില്ല. നിന്റെ വീട്ടുകാരെ സച്ചി പറയുന്നതെല്ലാം അനുസരിക്കത്തുള്ളൂ. അതെ, അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ, ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കുവോ? കാര്യം എന്താ വെച്ചാൽ പറ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണേ. എല്ലാം കേട്ടിനിപ്പം ദേവ് പറഞ്ഞു, ഞാൻ അരുണേട്ടനോടൊപ്പം നിൽക്കാന്ന് പറഞ്ഞു. എനിക്കത് മതി, എനിക്കതാ ഒരു മനസ്സമാധാനമേ ഉള്ളൂ. എനിക്കിപ്പോൾ സന്തോഷമായി. നിനക്ക് ഡ്യൂട്ടികളല്ലേ, എങ്കിൽ ശരി നീ കയറിപ്പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് അരുൺ സന്തോഷത്തോടുകൂടി പോവാണ്. ഈ സമയത്ത് ചന്ദ്രമതി തല പുകഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ്. സുധിയെയും പ്രിയേനെയും കൂടെ ഒന്ന് ഒന്നിപ്പിക്കാൻ എന്താ ഒരു മാർഗം? എങ്ങനെയെങ്കിലും സുധിയെ കടയിലേക്ക് പറഞ്ഞു വിടണം. അവിടെ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ടു പരിചയപ്പെടുവാണെങ്കിൽ പിന്നെ അവർ സംസാരിക്കും. അങ്ങനെ ഇഷ്ടത്തിലാവും. എത്രയും പെട്ടെന്ന് തന്നെ പ്രിയയുടെ സുധിയുടെ കല്യാണം നടത്താൻ പറ്റും. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ജോലി കഴിഞ്ഞ് സുധി വീട്ടിലേക്ക് വരുവാണ്. വഴിക്ക് ചന്ദ്രമതി പറഞ്ഞു, മോനെ എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യോ? എന്താ? അവളുണ്ടല്ലോ രേവതി, ഒരാഹാരം പോലും ഉണ്ടാക്കി വെക്കാതെ പോയിരിക്കുന്നേ. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണത്തില്ല. നീ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അമ്മ പുറത്തു നിന്നൊക്കെ ഫുഡ് മേടിക്കേണ്ട കാര്യമുണ്ടോ? എടാ മോനെ പ്ലീസ്, അമ്മയ്ക്ക് വിശന്നിട്ടല്ലേ. നീ അമ്മയ്ക്ക് ഒരു ഫ്രൈഡ് റൈസ് മേടിച്ചോണത്താ. അത് ഓർഡർ ചെയ്താൽ കിട്ടൂല അമ്മ. പിന്നെ എന്തിനാ ഞാൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നത്? എടാ നീ ആ പ്രിയയുടെ റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങിച്ചോണ്ട് വരണം. അവളെ കണ്ടുകഴിയുമ്പോൾ എൻ്റെ അന്വേഷണമൊക്കെ പറയണം. സുധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ സുധി സമ്മതിച്ചു പോകാന്ന്. അങ്ങനെ സുധി പോവുകയാണ്. ചന്ദ്രമതിക്ക് സന്തോഷം. രക്ഷപ്പെട്ടു. ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ദേവു വിളിക്കുവാണ് രേവതിയെ. ചേച്ചി, അതെ എനിക്ക് ചേച്ചി ഒന്ന് കാണണം. എനിക്ക് മാത്രമല്ല അരുണേട്ടനും. എന്തിനാ? അതെ, അരുണേട്ടൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാ. ലൊക്കേഷൻ ഇട്ടുതരാം, ചേച്ചി അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ദേവു, ഒന്നുകൊണ്ടും പേടിക്കണ്ട ചേച്ചി, ചേച്ചി വരാതിരിക്കരുതെന്ന് പറഞ്ഞു. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. എന്തിനായിരിക്കും ദേവ് വിളിപ്പിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.